ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസ് ബ്രോനൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ ശാസ്ത്രവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-25 വചനം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്യമാണ്: അന്തരഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തരഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. ഭിന്നത ഒരു ഭവനത്തിൽ രൂപപ്പെട്ടാൽ ആ കുടുംബത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഒരു രാജ്യത്ത് ഒരു കലഹം രൂപപ്പെട്ടാൽ അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ, അത് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നില്ല എങ്കിൽ, അതിലൂടെ ആ രാജ്യം നശിക്കുവാനായിട്ട് ശത്രു ആക്രമിച്ച് ആ രാജ്യം തന്നെ പിടിച്ചെടുക്കപ്പെടുവാനായിട്ട് ഇടയാത്തീരും. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതവും. എവിടെയെല്ലാം ഭിന്നത രൂപപ്പെടുന്നോ ആ ഭിന്നതയെ നമ്മൾ പരിഹരിക്കുന്നില്ല എങ്കിൽ അതിലൂടെ നമ്മുടെ കുടുംബവും ജീവിതവും നശിച്ച് പോകുവാനായിട്ട് ഇടയാത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തിലാണ് ഭിന്നത രൂപപ്പെടുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവകരുണ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ആ കുടുംബത്തിലെ പ്രശ്നത്തെ കണ്ടെത്തി അത് പരിഹരിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ, എളിമയോടുകൂടെ, സൗമ്യതയോടുകൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ, അതിൻ്റെ കാര്യകാരണ സഹിതം അതിനെ പരിഹരിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഐക്യതയോടുകൂടെ നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.